ബയോപ്സി ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് ബ്ലഡ് ക്യാൻസറിനുള്ള മുഴയാണെന്ന് അറിഞ്ഞത്. അതിനുശേഷം കാലില്, പിന്നെ തൊണ്ടയില്, പിന്നെ ഈ വാരിയലിൻ്റെ ഭാഗത്തൊക്കെ ചെറുതായിട്ട് മുഴ വരാൻ തുടങ്ങി. നമ്മളെക്കൊണ്ട് ഇതിന് കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ വെറുതെ പൈസ ചെലവാക്കലേ ഉണ്ടാവുള്ളൂ എന്ന് അവർ പറഞ്ഞു. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമുക്ക് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം ഇവരുടെ ക്യാൻസറിന്റെ സിംറ്റംസ് എന്തൊക്കെയായിരുന്നെന്നും കൂടാതെ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനുള്ള കാരണവും നമുക്ക് പേഷ്യന്റിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സാർ നമസ്കാരം. പേര്? സുരേഷ്. എവിടെ നിന്നാ വരുന്നത്? ഗുണ്ടൂരിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. എത്ര വയസ്സുണ്ട് സർ? 26 വയസ്സ്. 26 വയസ്സല്ലേ. ഓക്കെ. ഡോക്ടർ എന്ത് ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്? ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞു. ബ്ലഡ് ക്യാൻസർ എപ്പോൾ മുതലുണ്ട്? 2020 മുതൽ. 2020 മുതലല്ലേ? 2020 മുതൽ വേറെ ഏതെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിരുന്നോ? കൊറോണ വന്ന സമയത്ത് എനിക്കിവിടെ വേദന വരാൻ തുടങ്ങി. പിന്നെ കുറച്ച് വേദന കൂടി വരാൻ തുടങ്ങി. ഞങ്ങൾ അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ നോക്കി. പക്ഷേ വേദന കുറഞ്ഞില്ല. വയറ്റിൽ എന്തോ ഒരു പ്രശ്നമുണ്ടോയെന്ന് തോന്നിയിട്ട് ഉള്ളിൽ കൂടെ ഒരു കുഴലിട്ട് നോക്കി. അപ്പോൾ ഒരു ചെറിയ മുഴയുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെയാണ് അത് മനസ്സിലായത്. ആ മുഴയെടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് അവർ അയച്ചു. അത് ടെസ്റ്റ് ചെയ്തിട്ട് ബയോപ്സി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ബ്ലഡ് ക്യാൻസർ ആണെന്ന് മനസ്സിലായത്. ആ മുഴ ബ്ലഡ് ക്യാൻസർ ആണെന്ന് മനസ്സിലായപ്പോൾ അവിടെ ഒരു 4 മാസത്തോളം ട്രീറ്റ്മെന്റ് എടുത്തു. അങ്ങനെ മുഴ കുറച്ചായിട്ട് കുറയാൻ തുടങ്ങി. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് പിന്നെയും വേദന വരാനായിട്ട് തുടങ്ങിയത്. ഇവിടെ വയറിന്റെ ഭാഗത്ത്, തൊണ്ടയുടെ ഭാഗത്ത്, ഈ വാരിയലിന്റെ ഭാഗത്ത്, അങ്ങനെ എല്ലാ ഭാഗത്തും വേദന വരാനായിട്ട് തുടങ്ങി. പിന്നെയും മെഡിസിൻ എടുത്ത് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വീണ്ടും അത് അവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായി. അത് പിന്നെയും വന്നിട്ടുണ്ട്. ഇനി ഇത് കുറയാൻ പോകുന്നില്ലെന്ന് അവർ പറഞ്ഞു. അത് മാത്രമല്ല, ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല, നിങ്ങളിവിടെ ഇരുന്ന് പൈസ കളയണ്ടെന്ന് പറഞ്ഞു. ഇതിൽ നല്ലത് നിങ്ങൾ വീട്ടിലേക്ക് പോയി റെസ്റ്റ് ചെയ്തോന്ന് അവർ പറഞ്ഞു. പിന്നെ ഈ ഹോസ്പിറ്റലിനെ പറ്റി അറിയുന്ന ഒരു സാറ് ഈ കാര്യം എന്നോട് പറഞ്ഞു. ആ സാറ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഓക്കെ സാർ. ഇപ്പൊ നിങ്ങൾ ഇവിടുത്തെ മരുന്ന് കഴിച്ചു തുടങ്ങിയല്ലോ. ഭേദായതിനു ശേഷം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം സാർ. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഭേദാവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, ശരി. താങ്ക് യു. ശരി.